നമ്മൾ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാബിറ്റായി പോയി അല്ലേ. പലതും നമ്മുടെ ഹാബിറ്റായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതായി മാറി. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നതല്ല, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, ഉടനെ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുന്നത് നമ്മൾ ഹാബിറ്റായി പോകേണ്ടതാണ്. ഹാബിറ്റ് ആയി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ ഹാബിറ്റായി പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു മൃഗങ്ങൾക്ക് ഹാബിറ്റാണ്. അതായത് ഒരു ആന ഇന്ന പോലെ ചെയ്താൽ അവർ ഇന്ന പോലെ പ്രതികരിക്കും. അല്ല ഒരു മൃഗം, പശു എൻ്റെ അടുത്തേക്ക് ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരാൾ ഇന്ന് കുത്തും. അതതിൻ്റെ ഹാബിറ്റാണ്. അത് അൺകോൺഷ്യസ് ആയിട്ട് ലെവലിൽ ആയിപ്പോയതാണ്. അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഓൾറെഡി ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് മാത്രം ബിഹേവ് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഓൾറെഡി സെറ്റായി പോയതാണ്. മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ് ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ശ്വസിക്കുന്നത് കോൺഷ്യസ് ആയിട്ട് ശ്വസിക്കാൻ പറ്റുക, നമ്മൾ സംസാരിക്കുന്നത് കോൺഷ്യസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക, ഉറങ്ങുന്നതും കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റുക, എല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആയിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, അവനോട് റിയാക്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇൻസ്റ്റൻ്റായിട്ട് പറയുന്നതിന് റിയാക്ഷൻ എന്ന് പറയും, അല്ലാത്തതിനെ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിനകത്തൊരു ഫിൽട്ടർ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫിൽട്ടർ. നമ്മൾ ഒരു കാര്യം കേട്ടാൽ ആ കാര്യത്തോട് റിയാക്റ്റ് ചെയ്യണോ. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പൾസ് റെസ്പോൺസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ പ്രതികരിക്കുന്നതാണ്. അത് റിയാക്റ്റ് ചെയ്യണോ, ഇവനോട് റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളത്. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്നതിനാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് കൺട്രോളുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ റിയാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയയാണ്. റിയാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വീക്കാകുമ്പോഴാണ്. പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പറയും, നീ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരുന്നത് ശരിയായില്ല, നീ അവനോട് പറയണമായിരുന്നു എന്നൊക്കെ പറയും. അത് ഒരു വീക്ക് പേഴ്സണേ അങ്ങനെ പറയുള്ളൂ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളവർ ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അവർ പറയുന്നത് ആലോചിച്ച് പറയേണ്ടതാണ്. ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് പറയാം, അതിനെ റെസ്പോണ്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, ഒരു എൻ്റർപ്രണർ എന്നുള്ള ലെവലിൽ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പീപ്പിൾ മാനേജ്മെൻറ്റ് പഠിക്കണം. റിയാക്ഷൻ എന്താണ്, റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്, എങ്ങനെ പറഞ്ഞാലാണ് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ പറ്റുന്നത്. വേറൊരാളെ മൂവ് ചെയ്യിക്കുക, വേറൊരാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ എൻ്റർപ്രണർഷിപ്പ് വിജയിക്കുകയുള്ളൂ. അല്ല ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലിഫ്റ്റിങ് ഇൻഡിവിജ്വൽ പെർഫോമൻസാണ്. നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. ഈ സാധനം എടുത്ത് പോക്കുക, നടുവ വീണാൽ ചിലപ്പോൾ പുറത്തേക്ക് വീണാൽ നമ്മളോട് കിടക്കും, പിന്നെ ജീവിതത്തിൽ എഴുതേക്കത്തുമില്ല. അതുപോലെ ചെസ്സ് കളിക്കാൻ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ സ്കില്ല് മാത്രം മതി. പക്ഷേ ഒരു എൻ്റർപ്രണറായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് നമ്മൾ വേറെ ഒത്തിരി സ്കില്ലുകൾ നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രധാനം ആൾക്കാരെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത മാസം നമുക്ക് പ്രോഗ്രാമുണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട്. അതിന് ഈ പറഞ്ഞ പീപ്പിൾ സ്കില്ല് ആൻഡ് ലീഡർഷിപ്പും ഒക്കെ പഠിക്കാനുള്ള പ്രോഗ്രാമാണ്. അതായത് ട്രേഡിങ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ട്രേഡിങ് സെൽഫ് എംപ്ലോയ് നല്ല ഓഫ് കോഴ്സ് നമ്മൾ ഏതൊരു ബിസിനസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് തന്നെ വിചാരിച്ചാൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ചെയ്യാത്തപ്പോൾ നമ്മുടെ ആബ്സൻസിൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് നമ്മൾ വരണം.